ഹലോ ബഡീസ്, ഹായ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ലിറ്റിൽ സൗത്തിലെ ബൊഫേ കഴിക്കാൻ വേണ്ടിട്ടാണ്. അതിന് മാത്രല്ല, ഞാനതിനാണ് നമ്മള് നയാഗ്ര പോണുണ്ടെന്ന്. വീട്ടിലെ നമ്മുടെ ഫ്രണ്ട്സും നമ്മളെ കൂടി നയാഗ്ര പോണ്. ഇപ്പൊ കൊറേ നാളെ നമ്മ പോയിട്ട്. ഇപ്പൊ സമ്മറാണ്, നല്ല ബെസ്റ്റ് ടൈമാണ്. ഇന്ന് അവിടത്തെ കുറച്ച് കാഴ്ചകളും. നല്ല വെയിലുണ്ട്, നല്ല ചൂടുള്ള ദിവസം. ഞങ്ങനെ ഒരു കപ്പൊക്കെ ഇട്ട് ഇറങ്ങിണ്ട്. അപ്പൊ ഇതാണ് ലിറ്റിൽ സൗത്ത്. നമുക്ക് ഇന്ന് ഇവിടെ ബൊഫേ കഴിച്ചിട്ട് ചാവണം. കമോൺ ഗൈസ്, അവര് ചതിച്ചു നമ്മളെ. അവരിന്ന് ബൊഫേ ഇല്ല, ഇവിടെ ബൊഫേ നിർത്തി ലിറ്റിൽ സൗത്തില്. നമുക്കറിയില്ലായിരുന്നു. നമ്മൾ അടുത്ത ബൊഫേക്ക് പോവാണ്. അല്ല, അടുത്ത ബൊഫേ എവിടെ കിട്ടും നോക്കിട്ട് പോവാണ്. എവിടെ കിട്ടുമ്പോ ഇനി ബൊഫേ അടുത്തത് നമ്മള് കോക്കാടിന്റെ കടയ്ക്ക് പോവാം. കോക്കാടിന്റെ കട എന്ന് പറയുമ്പോ കേരള കറി ഹൗസ്. ഓക്കെ, കേരള കറി. അവര് നിർത്തിയോന്ന് അറിയില്ല. അവര് നിർത്തോ? തൊട്ടടുത്തുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള തൊട്ടടുത്ത കോംപ്ലക്സിലത്തെ കേരള കറി ഹൗസിൽ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ ബൊഫേ ഉണ്ടോ നോക്കാം. ഇവിടെ ഉണ്ട് തോന്നുന്നു. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയി ഞാൻ വീഡിയോയില് വേണം തരുന്നിട്ട് അവിടെ നമ്മുടെ ജമ്പരുന്ന ഒരു സൈഡിൽ കൊതിക്കുന്നത് അപ്പുറത്ത് കൂടെ പോയിട്ട് പാവങ്ങള് പേടിച്ചിരിക്കുക. പേടിപ്പിക്കണത് ഇങ്ങനെയാ. ക്യാമറ എടുക്കണ എന്ന് ചോദിച്ചാ അവര് പേടിക്കും. ആകെ യൂട്യൂബ് ചാനൽ ഉണ്ടായില്ല. നല്ല മണൊക്കെ വരുന്നുണ്ട്. ദോശയുടെ പടക്കം ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഫ്രണ്ടിലത്തെ വീഡിയോ എടുത്തോ. ഇതൊന്നും എടുത്തില്ലേ വെറുതെ? ഓ, എല്ലാണ്ട് മരിക്കും കൂടെ നമ്മണ്ട് കാണിച്ചെടുക്കണ. നമ്മുടെ സെറ്റപ്പ്. അയ്യോ, ഭർത്താവിന് സ്നേഹമില്ല. ഭർത്താവ് അതിലോർന്ന് രണ്ട് പോയിട്ട്. ഇതാണ് നമ്മുടെ കേരള കറി ഹൗസ്. ഇരിക്കല നേരെ ബൊഫേ അല്ലേ? ബൊഫേക്കാണ് 4 പേര്. അവിടെ ലൈവായിട്ട് അപ്പൊക്കെ ചുടുന്നുണ്ട്. അടിപൊളി അപ്പം ലൈവായിട്ട് ചുട്ട് തരുന്നുണ്ട് കേട്ടാ. നമ്മള് മീമി വറുത്തരിക്കൊക്കെ പോട്ടെ. മുട്ട പോന്നിട്ട് പറഞ്ഞു. ഞങ്ങൾ അറ്റാക്ക് തുടങ്ങി. റിച്ചുബായ് ഒരു സൈഡിൽ നിന്ന് തിരിച്ചു തുടങ്ങി. ഞങ്ങൾക്ക് കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്. റിച്ചുബായ് അടുത്ത ട്രിപ്പിന് മെയിൻ ആയിട്ട് എടുക്കാം. ഞാൻ അപ്പത്തിനാണ് മെയിൻ ആയിട്ട് വന്നേക്കണേ. എന്റെ അപ്പം ഫേവറേറ്റ് ആണ്. കിച്ചാണ്ടിക്ക് റെഡ് മീറ്റ് ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചിക്കനും മീനൊക്കെ പോയി. ഞാൻ ചിലപ്പോ വലിച്ചു പറിച്ച് കളയും. നമുക്ക് അറ്റാക്ക് തുടങ്ങാം ഗൈസ്. ഇത് ചിക്കൻ ഉണ്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ചിക്കൻ വറുത്തതാണോടാ? എന്തിട്ടുണ്ട്? 65 ആണോ? അവൻ പേരും ചോദിക്കത്. അടിപൊളിയുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് മറ്റേ അപ്പവും ചിക്കൻ കുറുമ. എങ്ങനെ കാണിക്കാനാ വൈറ്റ്? അപ്പവും ചിക്കൻ കുറുമയും നല്ല മടുത്തറ കൊണ്ടുപോന്നേക്കാ. ഇതെന്തുട്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തൊരു ചില്ലി പോലത്തെ സാധനം. വെള്ളയപ്പം, പാല്, പിന്നെ കൊഴുവ ഫ്രൈ. ഇതെന്തിട്ടാടാ ശര? ചില്ലി ഗോബി. പിന്നെ ഇത്തിരി കഞ്ഞി, ഉപ്പുമാങ്ങ. ഇതാണ് നമ്മുടെ ഡെസേർട്ടുകൾ. ഞാനൊരു ഐസ്ക്രീം ഒരു നാരങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഏതോ പായസാണ്, അടപ്രഥമനാന്ന് തോന്നുന്നു. പിന്നെ ഇത് പാൽ പായസാന്ന് തോന്നുന്നു. ഞാൻ കുടിച്ചിട്ട് പറയാം. ഇതിന്റെ സൈഡിൽ എന്തോ ഉണ്ട്. പിന്നെ ശർക്കര വരട്ടി, ഉപ്പേരി, പൈനാപ്പിള്, കുറച്ച് മിച്ചറ്. പിന്നെ ഇതെന്തിട്ടാണ് മെനു? ഇത് ടൂട്ടി ഫ്രൂട്ടിയാണോ? പിന്നെ കുറച്ച് ഇത് രസഗുളയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ഇതെന്തിട്ടാ? ഗുലാബ് ജാമ്. ഇതെന്തിട്ടാ മെനു? ഇതെന്തോ സാലഡാണ്. ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നോക്കട്ടെ. ഇവിടെ അടി കഴിഞ്ഞു. കോക്കാൻ്റെ അടുത്ത് ഫുഡ് അടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ
നയാഗ്ര വെച്ച് പിടിച്ചു. അപ്പോൾ അവിടെ പോണ വഴിയിൽ നമുക്ക് നയാഗ്ര ഔട്ട്ലെറ്റ് മാളുണ്ട്, അവിടെ ഞങ്ങൾ കയറി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ മൈക്കിന് ചെറിയ ഒരു പ്രശ്നം, അത് ഓഡിയോ അത് റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ വോയിസ് ഓവറാണ് ചെയ്യുന്നത്. സമയം ഇപ്പോൾ 6 മണി 7 മണി ആയെങ്കിലും ഇപ്പോഴും നല്ല പൊള്ളണ വെയിലവിടെ. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഈ ഷോപ്പിങ്ങിനും കാര്യങ്ങളായിട്ട്. ഇവിടെ മെയിൻ ഷോപ്പിംഗാണ്, ഔട്ട്ലെറ്റ് സ്റ്റോറുകളാണ്. അത്യാവശ്യം മറ്റ് കടകളെക്കാളും വില കുറവിന് നമുക്കിവിടെ സാധനങ്ങൾ കിട്ടും. അപ്പോൾ നമ്മളും ഒന്ന് ചെറിയ ഷോപ്പിംഗ് നടത്താമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഇത്ര ദൂരം വന്നതല്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും എന്തെങ്കിലും ഷോപ്പിംഗ്, അവിടെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തൊന്നും ഇത്ര കടകളോ കാര്യങ്ങളൊന്നും ഇല്ല, ഇങ്ങനത്തെ സ്റ്റോറുകളില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി പോകാമെന്ന് വിചാരിച്ചു. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ എത്തി ഗായ്സ്, നയാഗ്ര ഫോൾസ്. അപ്പം ഞങ്ങൾ ഫോൾസിൻ്റെ അവിടേക്ക് നടക്കുക. ടിമ്മിന്നൊക്കെ 2-3 സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാവരും. ചൂട് ഞാൻ എടുക്കാതെ ചൂട്, ഹീറ്റ് വാണിങ്. അപ്പം നമ്മൾ ഈ ഫോൾസിൻ്റെ അവിടേക്ക് ഒന്ന് പോകണം. അപ്പോൾ സ്കൈലോൺ ടവർ, ഇതിൻ്റെ മേലെന്തോ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകളിലിരുന്ന് ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഫുള്ള് നയാഗ്രയുടെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. നമ്മളൊരു കാട്ടുവഴി കൂടിയാണ് ഗൈസ് പോകുന്നത്. ഈ വഴി കൂടി ഞങ്ങൾ മുന്നേ വന്നുണ്ട്. എന്തിനിട്ടാലും ഇവിടെ സ്ഥലം തന്നെ മാറി. നല്ല ചുരുട്ടിന്റെ മണം, വെറുതെ അല്ല സൺഗ്ലാസ് ഇരിക്കല്ലേ, അത് തീരെ കാണാത്ത. ഇപ്പൊ സെറ്റായി. അങ്ങനെ ഞങ്ങൾ നയാഗ്ര ഫോൾസിന്റെ അവിടേക്ക് നടക്കുകയാണ് ഗൈസ്. ലഹിച്ചാ ഇത് നമ്മൾ ആ ഭാഗത്തുനിന്ന് പൊക്കത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഫോൾസിന്റെ. നമ്മുടെ ജമ്പനും തുമ്മനും അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ട്. ഞങ്ങൾ ഈ മൈക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്യായിരുന്നു. ഞാൻ അതിൻ്റെ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. ഞങ്ങളങ്ങനെ ബോട്ടിൽ പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ വന്നു. മോള് സിപ്പ് ലൈൻ ഉണ്ട്, സിപ്പ് ലൈനിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോവാ. അവിടെ നയാഗ്ര ഫോൾസ് നമ്മളെ മുന്നേ വന്നിട്ടുണ്ട്. നയാഗ്ര ഫോൾസ് അല്ലെങ്കിൽ ചണ്ടി. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തു ഗൈസ്. ഞങ്ങൾ എന്നിട്ട് പോവാണ്, താഴോട്ട് പോവാ. ഞങ്ങൾ താഴെ പോയിട്ട് 4 ടിക്കറ്റ് പൂശി. 4 പേരുള്ളൂ. വ്യൂ കണ്ട വ്യൂ. അങ്ങനെയില്ല, ഇനി നമ്മുടെ കഴിഞ്ഞിട്ട് ഇവിടക്കാണ് എത്തണത്. കുഴപ്പമില്ല. എന്തിട്ടത് പേടിയാണ്. അങ്ങനെ കോട്ട് കിട്ടി ഗൈസ്. ഇനി നമുക്ക് ക്രൂസിൽ പോവാം. ഈശ്വര കാത്തോളണേ, എന്റെ മകൻ, എനിക്ക് പേടിയാ. Your step and hold onto the handrail, especially when going up or down stairs or disembarking. We hope you enjoy your boat tour to the falls. Thank you for choosing Niagara Sea Cruises. Ever preferred to go over the American Falls? All stunts were performed from the Canadian Horseshoe Falls, which is more popular with its immense water flow rate and shape. The height of the American Falls stands at 108 feet or 56 meters high. Its natural beauty continues to be on display for millions of people all over the world each year. Geological studies and the history of the falls indicate that thousands of years ago, the falls were located.
അങ്ങനെ ഞങ്ങൾ പോവാണ് ഗൈസ്. അപ്പോൾ നയഗ്ര കണ്ട് ഇനി ഞങ്ങൾ ബ്രാംപ്ടണിൽ ഒരു സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ചവിട്ടി നമ്മുടെ റിച്ചുബായിയുടെ ചേട്ടൻ്റെ വീട്ടിൽ ഒന്ന് കയറിയിട്ട് ആ വഴി വീട്ടിലേക്ക് പോകും. അപ്പം അത്ര ഉള്ളു ഇന്നത്തെ ട്രിപ്പ്. അപ്പോൾ ലയിച്ചാ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരെ വണക്കം. ബൈ ബൈ.